ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നൊരു ഇടിച്ചക്ക തോരനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചക്ക കിട്ടിയത് അത് നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ കറ ഒക്കെ തുടച്ച് കളയണം, പശ ചക്കയുടെ. എന്നിട്ട് അതിന് ഒരു കഷ്ണം എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് കത്തി കൊണ്ട് ചെത്തിയാൽ അതിൻ്റെ മുള്ളെല്ലാം അങ്ങ് പോകും. ചെത്തി എടുക്കുവാണേ, മുള്ള് ചെത്തിക്കളയാണ്. നല്ല മൂർച്ചയുള്ള കത്തി തന്നെ വേഗം അങ്ങ് പോകും. അതെല്ലാം ചെത്തി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇതും കൂടെ ഒന്ന് കാണിച്ചത്. എന്നിട്ട് ചെറിയ പീസാക്കി എടുക്കണം. അതെല്ലാ കഷ്ണവും നന്നായിട്ടൊന്ന് പീസ് ചെയ്യണം. അപ്പോൾ എല്ലാം പീസ് ചെയ്തൊരു പാത്രത്തിലേക്ക് വാരി ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ടൊരു ഇത്തിരി കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. അടച്ച് വെച്ചൊന്ന് വേവിക്കുക. പെട്ടെന്ന് വേഗം ഈ ചക്ക, ചെറിയ ചക്കയല്ലേ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോൾ ഒന്നെടുത്തൊന്ന് ഉടച്ച് നോക്കണം. അപ്പോൾ ചക്ക ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളങ്ങോട്ട് മാറ്റി വെക്കണം. ചക്ക ഉടഞ്ഞതുണ്ടോ. പിന്നെ അരപ്പിനായിട്ടുള്ള സാധനങ്ങൾ എല്ലാം എടുത്ത് വെക്കണം. എന്നിട്ടൊരു ജാറിലേക്ക് നല്ല ജീരകവും കരിവേപ്പിലയും അതിൻ്റെ കൂടെ ഇത്തിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കരിവേപ്പിലയുടെ പച്ച മണം ഉണ്ടാവില്ല അരയ്ക്കുമ്പോഴേ. എന്നിട്ട് അതിൽ പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതയ്ക്കണം. ചതച്ചിട്ട് തേങ്ങയും നമ്മൾ വെച്ച തേങ്ങയില്ല, തേങ്ങ അതിനകത്തോട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം, ഇത്തിരി മുളക് പൊടി ഇടണം. എന്നിട്ട് ഒന്ന് തിരിച്ചാൽ മതി, ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചക്ക നമ്മൾ കല്ലില്ലല്ലോ, അരയ്ക്കുന്ന കല്ലില്ലാത്തത് കൊണ്ടാണ് ഇടിക്കുന്ന കല്ലിൽ വെച്ച് ഞാൻ ചതയ്ക്കുന്നത്. ഒന്ന് കുത്തി ചതച്ചാൽ മതി, അപ്പോൾ തന്നെ അത് ചതഞ്ഞ് കിട്ടും. നല്ലപോലെ വെന്തിരിക്കുന്ന പിഞ്ചി ചക്കയാണ്. വേണ്ട, നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഇനി അത് എല്ലാം വെച്ചിട്ട് നമ്മൾ താളിക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിടണം. കടുക് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ആ ഉണക്കമുളകിൻ്റെ കൂടെ ഉള്ളി വരിഞ്ഞതും കൂടി ഇടാം, ചെറിയ ഉള്ളി. എന്നിട്ട് കരിവേപ്പില ഇടണം. കരിവേപ്പിലയാണ് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മളെല്ലാം ചതച്ച് വെച്ചിരുന്ന അരപ്പ് തട്ടിയിടണം. അതൊന്ന് ശരിക്കും മൂപ്പിക്കണം. ഉപ്പിനി ഇടരുതട്ടോ, ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മൂത്തപ്പോൾ ഈ ചക്ക തട്ടിയിടണം. തട്ടിയിട്ടാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല, വേഗം തന്നെ അതൊന്ന് തിരിച്ച് ഒന്ന് തട്ടി വെച്ചാൽ മതി. ഒരു ഇത്തിരി നേരം ഒന്ന് അടച്ചിട്ട് ആ ആവിയിലൊന്ന് ചൂട് തൊട്ടൊന്ന് വെന്ത്. അപ്പോൾ പച്ചമണമൊക്കെ മറിച്ച് കരിവേപ്പില ഇത്തിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കാമെങ്കിൽ ഒരു സ്വാദ് കൂടും അതിന്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഇടിച്ചക്കത്തോരൻ റെഡി. കേൾക്കണ്ട, ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അതിന് വലിയ പണിയൊന്നുമില്ല. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. ഓ.